അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രധാനമായിട്ടും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ളത് സ്കൂൾ തുറക്കുന്ന വാർത്തകളുണ്ട്. മലയാള മനോരമ ദേ ബെല്ലടിച്ച് എന്നാണ്, നമ്മൾ കേറിവാ മക്കളെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദേ ബെല്ലടിച്ചു എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട്. 3 ലക്ഷത്തോളം കുരുന്നുകൾ ഇന്ന് 1ാം ക്ലാസ്സിലേക്ക്. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലായി 12,948 സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലായി 36 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 9:30 ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. 36 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും, പുതുതായി ക്ലാസ്സിൽ പ്രവേശിക്കാൻ പോകുന്ന കുരുന്നുകൾക്ക് ആശംസകൾ നേരുന്നു. ഗംഭീരമായൊരു അധ്യയന വർഷം ഉണ്ടാവട്ടെ, അല്ലേ? സാർത്ഥകമായ അധ്യയന വർഷം ഉണ്ടാവട്ടെ. ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് ഈ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ സ്വാഗതം ചെയ്യുന്നത്. മാത്രമല്ല, പതിവ് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും പ്രാവശ്യമില്ല. പുസ്തകത്തിന്റെ കാര്യത്തിൽ വിഷയമില്ല, യൂണിഫോമിന്റെ കാര്യത്തിൽ വിഷയമില്ല. നിലവിൽ ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം, ചിലയിടത്തൊക്കെ ഫിറ്റ്നസിന്റെ വിഷയങ്ങളുണ്ട്, അത് നമ്മൾ വാർത്തയാക്കുന്നുമുണ്ട്. മാത്രമല്ല, ഈ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് ആ സിലബസ് അല്ല പഠിപ്പിക്കാൻ പോകും. പകരം സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഗംഭീര നീക്കമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെതെന്ന് പറയാതെ നിവൃത്തിയില്ല. അതേപോലെ പത്രത്തിന്റെ ആദ്യ പേജിൽ നമ്മൾ ഈ സമയത്ത്, ഇന്നത്തെ ദിവസം സാധാരണ എല്ലാ പത്രങ്ങളിലും ഉണ്ടാവുന്നത് ചില വിശേഷങ്ങളുള്ള വീടുകളിലെ ചില പ്രത്യേക സവിശേഷതകളുള്ള കുട്ടികളുടെ വാർത്തകൾ വരാറുണ്ട്. 4 കുട്ടികൾ, 5 കുട്ടികൾ സ്കൂളിൽ ഒരുമിച്ച് പഠിക്കാൻ 4 ആൾപ്പട എന്ന പേരിൽ മനോരമ പാലക്കാട് നിന്നും ഒരു ദൃശ്യം പങ്കുവയ്ക്കുന്നുണ്ട്. മുബീനയ്ക്ക് ഒറ്റ പ്രസവത്തിൽ പിറന്ന ഈ 4 സംഘം 4 വയസ്സായതോടെ LKGയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പാലക്കാട് ചെർപ്പുളശ്ശേരി ചളവറ കുന്നത്ത് മുസ്തഫ മുബീന ദമ്പതികളുടെ മക്കളായ അയാൻ, അസാൻ, ഐസിൻ, അശ്വിൻ എന്നിവർ ചളവറ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ 9-ാം തീയതി അവർക്ക് ക്ലാസ് തുടങ്ങുന്നു. അതാണ് മനോരമയിലെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനോരമ ആദ്യ പേജിൽ ക്യാരി ചെയ്യുന്നുണ്ട്. 1.5 ലക്ഷം പുതിയ പിങ്ക് കാർഡ്. റേഷൻ കൂടുതൽ പേർ മുൻഗണനാ വിഭാഗത്തിലേക്ക്. അപ്പോൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ദരിദ്രരാണെന്ന് പറയാൻ അഭിമാനത്തോടു കൂടിയും, എന്നാൽ ഞാൻ എന്നെ ദരിദ്രരാക്കണേ എന്ന് പറയാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമുണ്ട്. ഏതാണെന്നറിയോ? വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം, അതല്ലെങ്കിൽ റേഷൻ കടയിൽ. ഞാൻ ദരിദ്രരാണ് കേട്ടോ. ദരിദ്രരായവരുണ്ട്, അവരെ പലരും തെറ്റായിട്ട് കാറ്റഗറി ഉൾപ്പെടുത്താറുണ്ട്. ഇന്നു മുതൽ 15 വരെ അപേക്ഷിക്കാം. സൗജന്യ റേഷൻ വിഹിതം കൂടും. 3 മാസത്തിനകം 1.5 ലക്ഷം കുടുംബങ്ങളെ കൂടി മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങി. മുൻഗണനേതര വിഭാഗക്കാരായ നീല, വെള്ള കാർഡ് ഉടമകളിൽ അർഹർക്ക് പിങ്ക് കാർഡിലേക്ക് മാറാൻ ഇന്നു മുതൽ 15 വരെ അക്ഷയ കേന്ദ്രങ്ങളിലോ അതേപോലെ സിറ്റിസൺ ലോഗിൻ പോർട്ടലോ വഴി അപേക്ഷിക്കാം എന്നുള്ളതാണ്. കോവിഡിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മനോരമ വലിയ പ്രാധാന്യത്തോടുകൂടി ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ന്യൂഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തയനുസരിച്ച് 4000 കടുക്കുന്നു കോവിഡ് ബാധ എന്നുള്ളതാണ്. രാജ്യത്താകെ 3758 പേരാണ് കോവിഡിന് ചികിത്സയിലുള്ളത്. 37% പേർ കേരളത്തിലാണ്. 1400-ലധികം പേർ. ഇന്നലെ 64 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഒരു മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി മുതൽ കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം 7 ആയിട്ടുണ്ട്. സൂക്ഷിക്കണം. SMS, സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണം, മാസ്ക് വേണം, ഒപ്പം തന്നെ സാനിറ്റൈസേഷൻ. മാതൃഭൂമിയിലേക്ക് വന്നാൽ അക്ഷരലഹരി എന്ന തലക്കെട്ടോട് കൂടിയിട്ട് സ്കൂൾ തുറക്കുന്ന വാർത്ത തന്നെയാണ് പ്രധാനം. അതിലേറ്റവും പ്രധാനപ്പെട്ട രസകരമല്ല, ഒരു കൗതുകമായി തോന്നിയത് അതിൻ്റെ ചിത്രമാണ്. കുട്ടികൾ കാർട്ടൂൺ ചിത്രമാണ്. കുട്ടികൾ പെൻസിലും അവരുടെ പഠനോപകരണങ്ങൾ എറിയുന്നതാണ് അതായത് ഒരു ആയുധമാക്കിയിരിക്കണം അവർ എന്നുള്ളതാണ്. മറുവശത്ത് ലഹരി ഉപയോഗത്തിന്റെ സിറിഞ്ചും അതിന്റെ കുട്ടികൾക്ക് നേരെ വരുന്നതാണ്. അതിന്റെ ഓപ്പറേഷൻ അക്ഷരം എന്ന പേരിൽ പറഞ്ഞിരിക്കുകയാണ്. സുരക്ഷിതമാണ് നമ്മുടെ വിദ്യാലയം, എന്നാൽ സ്കൂൾ വളപ്പിന്റെ നിയന്ത്രണ രേഖയ്ക്കപ്പുറം ലഹരി ബോംബുമായി കാത്തിരിപ്പുണ്ട് കഴുകൻ കണ്ണുകൾ. തീ പോലെ വിഴുങ്ങാനെത്തുന്ന ലഹരിക്കെതിരെ നമ്മുടെ കുട്ടികൾ പ്രതിരോധക്കോട്ട കെട്ടട്ടെ. വിദ്യാലയങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന അറിവും തിരിച്ചറിവും അവർ ആയുധമാക്കട്ടെ. ദേശാഭിമാനിയിലും ഫസ്റ്റ് പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പ്രവേശനോത്സവം തന്നെയാണ്. സ്കൂൾ സജ്ജം, വന്നോളൂ കുട്ടികളെ എന്നാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട്. ചിത്രം മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളിലേതാണ്. അവിടുത്തെ ടീച്ചർമാർ പ്രവേശനോത്സവത്തെ അലങ്കരിക്കുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ദേശാഭിമാനിയിലെ പ്രധാനം. പിന്നെ കോവിഡിന്റെ ഉണ്ട്. മാധ്യമത്തില് ഹസീനയ്ക്ക് കുറ്റപത്രം എന്ന വാർത്തയുണ്ട്. മറ്റു പത്രങ്ങളിൽ ആദ്യ പേജിൽ കാണാത്തൊരു വാർത്ത മാധ്യമത്തിലുള്ളത്. മനുഷ്യരാശിക്കെതിരെ നടത്തിയ കുറ്റകൃത്യങ്ങളാണ് ഹസീന നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കഴിഞ്ഞ വർഷം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്താൻ സ്വീകരിച്ച നടപടികളുടെ പേരിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കൂട്ടക്കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് പ്രോസിക്യൂഷൻ എന്നുള്ള വാർത്ത മാധ്യമം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. എന്തായാലും 77 വയസ്സുള്ള ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയ
ഒരു സാഹചര്യമുണ്ട്. വിചാരണ ഇനിയിപ്പോൾ തുടക്കമാവുകയാണ്. ഒരുപക്ഷെ ജയിലിലേക്ക് പോകാനുള്ള വഴിയാണ് തെളിയുന്നത്. ഭേദഗതി ആവശ്യപ്പെട്ട ഹമാസ് US തള്ളി വെടിനിർത്തൽ വിഷയത്തിൽ എന്നുള്ള വാർത്തയും ഹമാസ് മാധ്യമം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. ദേശീയ പത്രത്തിലേക്ക് എത്തിയാൽ ദ ഹിന്ദുവിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ബാറ്റേഡ് ബൈ റെയിൻ, ലാക്സ് അഫക്റ്റഡ്. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണ്. ഏകദേശം 3.5 ലക്ഷത്തിലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ആസാമിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. 900ഓളം വീടുകൾ മണിപ്പൂരിൽ മാത്രം തകർന്നിട്ടുണ്ട്. മണിപ്പൂരിലും മിസോറാമിലുമായി തകർന്നിട്ടുണ്ട്. 1500-ലധികം ടൂറിസ്റ്റുകൾ സിക്കിമിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യ പേജിൽ. നിലമ്പൂർ ബൈപോളെ ഫോളോ ഔട്ട് ഓഫ് ബിട്രയൽ സീസ് പിണറായി വിജയൻ എന്ന വാർത്തയും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ തന്നെ ക്യാരി ചെയ്യുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തത്സമയ വാർത്തകൾക്കായി നമ്മുടെ റിപ്പോർട്ടർമാർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ജൂൺ മാസം 2-ാം തീയതി, ഇടവം 19, തിങ്കളാഴ്ച. സൂപ്പർ മൺഡേ.